ഹലോ എവരി വൺ. ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത് PSC ഉദ്യോഗാർത്ഥികൾക്കിടയിൽ ഏറെ ശ്രദ്ധ നേടുന്ന വക്കാസ്പീഡിയയുടെ SCERT-Pedia എന്ന് പറയുന്ന പുസ്തകമാണ്. ഞാൻ ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു ഷോർട്സ് ഇട്ടപ്പോൾ ഇതിൻ്റെ റേറ്റ് എത്രയായി, എങ്ങനെയാണ് ഇത് ഓർഡർ ചെയ്യുക, അതുപോലെ ഇതിൻ്റെ റിവ്യൂ ഒക്കെ പറയൂ എന്ന് ചോദിച്ച് കുറച്ച് മെസ്സേജസ് കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു ബുക്ക് റിവ്യൂ ചെയ്യുന്നത്. ഈ പുസ്തകം വാങ്ങുന്നത് ശരിക്കും വേർത്താണോ, ആരൊക്കെയാണ് ഇത് വാങ്ങേണ്ടത്, ഗുണങ്ങളും പോരായ്മകളും എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. വക്കാസ്പീഡിയ 2 ഭാഗങ്ങളായിട്ടാണ് ഈ ബുക്ക് ഇറക്കിയിട്ടുള്ളത്. ഒന്ന് സോഷ്യൽ സയൻസും പിന്നെ സയൻസും, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. അതുപോലെ തന്നെ സോഷ്യൽ സയൻസിൽ വരുന്നത് ഹിസ്റ്ററി, ജിയോഗ്രഫി, ഭരണഘടന, സാമ്പത്തിക ശാസ്ത്രം എന്നീ സബ്ജക്റ്റുകളാണ്. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ടോപ്പിക് വൈസ് അറേഞ്ച്മെൻ്റ് ആണ് കേട്ടോ. നമ്മൾ SCERT-യിലെ ഓരോ ചാപ്റ്റേഴ്സും എടുത്ത് ഏത് ടോപ്പിക്കാണ് എന്നൊക്കെ കണ്ടുപിടിക്കാൻ നമുക്ക് കുറച്ച് ടൈം വേണമല്ലേ. പക്ഷേ ഇതിൽ കൊടുത്തിരിക്കുന്നത് PSCയുടെ സിലബസ് അനുസരിച്ച് ഏത് ടോപ്പിക്കിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണോ വരുന്നത് അതെല്ലാം ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഏത് ലെവൽ എക്സാമിനാണോ പ്രിപ്പയർ ചെയ്യുന്നത് അതിൻ്റെ സിലബസ് വെച്ച് അതിൻ്റെ ആവശ്യമായിട്ടുള്ള ടോപ്പിക്കിന് ആവശ്യമായിട്ടുള്ള ചാപ്റ്റേഴ്സ് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാനൊക്കെ ഇത് യൂസ്ഫുള്ളാണ്. നമ്മൾ സമഗ്രയിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടൊക്കെ നമുക്ക് SCERT നോക്കി പഠിക്കാം, അല്ലെങ്കിൽ നമുക്ക് ബുക്ക് കളക്ട് ചെയ്തിട്ടൊക്കെ പഠിക്കാം അല്ലേ. പക്ഷേ അതിനൊക്കെ കുറച്ച് ടൈം വേണം. സോ അങ്ങനെ ടൈം ലിമിറ്റേഷൻസ് ഒക്കെ ഉള്ളവർക്ക് ഇതൊരു നല്ലൊരു ബുക്കാണ്. നമുക്ക് കൃത്യമായിട്ട് ഒരു ടോപ്പിക്കിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കാൻ ഈ ബുക്ക് സഹായിക്കും കേട്ടോ. അതുകൊണ്ട് ഓരോ വിഷയം പഠിക്കാൻ പല SCERT പുസ്തകങ്ങളും മാറി മാറി നോക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മുടെ പഠനത്തിൻ്റെ സമയം ലാഭിക്കാനൊക്കെ സഹായിക്കുന്നു. കൂടാതെ നമുക്ക് റിവിഷൻ ചെയ്യുമ്പോഴും നമുക്ക് ഏത് ടോപ്പിക്കാണോ ഉള്ളത് അപ്പോൾ നമുക്ക് റിവിഷൻ ചെയ്യാനൊക്കെ കുറച്ചും കൂടി ഈസി ആയിട്ട് എനിക്ക് തോന്നിട്ടോ. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ SCERT-യിലുള്ള പോലെ തന്നെ അതിൽ കൊടുത്തിട്ടുള്ള പിക്ചേഴ്സും പിന്നെ അതിലുള്ള ബോക്സസും അതെല്ലാം അതേപടി തന്നെ ഈ പുസ്തകത്തിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ബിഗിനർ ആയിട്ടുള്ള ആൾക്ക് വളരെ യൂസ്ഫുള്ളാണ് ഈ പുസ്തകം. കാരണം ഒന്നും അറിയാതെ അല്ലെങ്കിൽ നമുക്ക് എവിടെ നിന്ന് തുടങ്ങണം, പഠിച്ചു തുടങ്ങണം എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്ക് ഈ ബുക്ക് ഉപയോഗപ്രദമാവും കേട്ടോ. മൊത്തത്തിൽ ഈ ബുക്ക് നോക്കുകയാണെങ്കിൽ ഉപയോഗപ്രദം തന്നെയാണ്. നമുക്ക് ടോപ്പിക് വൈസ് അറേഞ്ച് ചെയ്തതുകൊണ്ട് തന്നെ നമുക്ക് പഠിക്കാനൊക്കെ ഈസിയാണ്. അപ്പോൾ ഇതൊരു നല്ല ബുക്കായിട്ട് തന്നെ എനിക്ക് തോന്നിയത്. പിന്നെ ഇതിൻ്റെ ഒരു പോരായ്മ പറയുകയാണെങ്കിൽ ഇത് അത്യാവശ്യം ഒരു ബുക്ക് തന്നെ 1300ഓളം പേജ് വരുന്നുണ്ട്. പിന്നെ കുറച്ച് ബൾക്കായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ എൻ്റെ ഒപ്പീനിയൻ മാത്രമാണ്. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇനി ബുക്ക് വാങ്ങിയിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളിത് ഉപയോഗിക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഇനി വാങ്ങാൻ പോകുന്നവർക്ക് അതൊരു യൂസ്ഫുൾ ആകും. ഈ 2 ബുക്കിനും കൂടി റേറ്റ് വരുന്നത് 750 രൂപയാണ്. പിന്നെ ഒരു മെസ്സേജ് കണ്ടിരുന്നു ഇതെങ്ങനെ ഓർഡർ ചെയ്യേണ്ടതെന്നൊക്കെ. നമ്മൾ വക്കാസ്പീഡിയയുടെ വെബ്സൈറ്റിൽ പോയിട്ടാണ് ഓർഡർ ചെയ്യേണ്ടത്. നമ്മൾ അതിൽ പോയി കഴിഞ്ഞാൽ ഓർഡർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും. പിന്നെ നമുക്കത് ട്രാക്ക് ചെയ്തിട്ട് എവിടെ എത്തിയെന്നൊക്കെ അറിയാനൊക്കെ പറ്റും. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത് ഒരാഴ്ചയുടെ ഉള്ളിൽ എന്തായാലും ലഭിക്കും. എനിക്ക് ഒരാഴ്ചയുടെ ഉള്ളിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.